വിദ്യാർത്ഥി സ്കൂളിലെത്തിയില്ലെങ്കിൽ വിവരം ഇനി പഞ്ചായത്ത് ഓഫീസിലെത്തും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും തദ്ദേശ ഭരണ വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് വില്ലേജ് എഡ്യൂക്കേഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നത്. കുട്ടികൾ തുടർച്ചയായി സ്കൂളിലെത്താതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തി ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അതേസമയം സ്ഥിരമായി ക്ലാസ് കട്ട് ചെയ്ത് മുങ്ങുന്ന ബിരുദന്മാർക്കും ആപ്പ് തലവേദനയാകും. സംസ്ഥാനത്തുടനീളമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കുറിച്ചുള്ള വിവരങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളും ഒറ്റ ക്ലിക്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ലഭ്യമാക്കുന്നതാണ് പുതിയ പദ്ധതി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളുടെ പൂർണ്ണ വിവരങ്ങളും രക്ഷിതാക്കളെക്കുറിച്ചും ഇവർ ജീവിക്കുന്ന പ്രദേശത്തെക്കുറിച്ചും ഇവരുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ സ്കൂൾ അധികൃതർ ശേഖരിക്കും. ഈ വിവരങ്ങൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും ലഭ്യമാക്കും. തുടർച്ചയായി ക്ലാസ്സിലെത്താതിരിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവരുടെ സാഹചര്യം തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ പരിശോധിക്കും. സ്കൂളുകളുടെ കൂടി സഹായത്തോടെ കാരണം കണ്ടെത്തി കുട്ടികൾക്ക് പഠനം മുടങ്ങാതിരിക്കാനുള്ള ഇടപെടലും സഹായവും ഉറപ്പുവരുത്തുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യുക. അതേസമയം വീട്ടുകാരറിയാതെ സ്ഥിരമായി ക്ലാസ് കട്ട് ചെയ്ത് മുങ്ങുന്ന ബിരുദന്മാർക്ക് പുതിയ ആപ്പ് തലവേദനയാകും. സമഗ്ര ശിക്ഷ കേരളയ്ക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. വിദ്യാഭ്യാസ അവകാശ നിയമം നിഷ്കർഷിക്കുന്ന വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു കൂടിയാണ് വെബ് പോർട്ടലിന്റെ സഹായത്തോടെ പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. പദ്ധതിക്ക് അന്തിമരൂപം നൽകുന്നതിനായുള്ള അവസാനവട്ട ചർച്ചകൾ മന്ത്രിതലത്തിൽ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.